ഹലോ കൂട്ടുകാർ, എല്ലാവർക്കും സുമേഷ് ആർട്ട് ആൻഡ് ട്രാവലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സ്ക്രൂവും അതുപോലെ തന്നെ താക്കോലും കൊണ്ടൊക്കെ കുത്തിക്കുറിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒട്ടും വരയ്ക്കാൻ അറിയാത്തവരൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സും ട്രിക്കുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലർക്കും ചിലർ ഫേസൊക്കെ അത്യാവശ്യം വരയ്ക്കും, ഹെയർ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. ഇതൊരു സാധാരണ ഹെയർ സ്റ്റൈലുള്ള ഒരാളുടെ ഹെയർ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചിതറിക്കിടക്കുന്ന മുടിയൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പോർഷനായിട്ട് എടുത്തിട്ട് വേണം നമുക്കത് ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിൽ നമുക്ക് വരച്ച് നോക്കാം. നമ്മൾ ഫേസ് ആദ്യം തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹെയർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഔട്ട്ലൈൻ. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ചെടുത്തു. ഇനി നമ്മൾ ഈ സ്ക്രൂ വെച്ചിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈറ്റിൻ്റെ ഒക്കെ ഷെയ്ഡ് നമ്മുടെ മുടിയിൽ വരും ഹൈലൈറ്റ് ചെയ്തിട്ട്, അതുപോലെ ഒരു വൈറ്റ് ലൈൻ പോലെയൊക്കെ. അത് നമ്മൾ വളരെ നാരോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂവിൻ്റെ പോയിൻ്റായിട്ടുള്ള ടിപ്പ് വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുന്നത്. ആ ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഇത് വെച്ചിട്ട് പതുക്കെ നമ്മൾ ഹെയർ എങ്ങോട്ടാണോ പോകുന്നത് ആ ഭാഗത്തോട്ട് വരച്ചെടുക്കുക. വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്ത് വരയ്ക്കുക. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെളിയാത്ത പേന വെച്ചിട്ടൊക്കെ വരയ്ക്കുക. കുറച്ചും കൂടി എന്താ പറയുക, വീതി കൂടുതലായിരിക്കും. അതിനെ വെച്ച് നൈസായിട്ടുള്ള ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചത്. താക്കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെപ്തിൽ കുറച്ചും കൂടി വീതി കൂടിയ ആ ഒരു ഹൈലൈറ്റിൻ്റെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം നമ്മളൊരു സാധാരണ ഒരു ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലൈൻസ്, വൈറ്റ് ലൈൻസ് എടുത്ത് കാണിക്കും. ഷെയ്ഡിങ്ങും അതുപോലെ തന്നെ മുഖത്തിൻ്റെ പാർട്സ്, ഫേസ് വരയ്ക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 4-5 വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയിട്ട് കാണുക. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു തവണ നമ്മളെല്ലാം ഷെയ്ഡ് ചെയ്തിട്ട് പേപ്പർ സ്റ്റിം ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഉപയോഗിച്ചത് 5B പെൻസിലാണ് ഉപയോഗിക്കുന്നത്, കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് പുള്ളിക്കാരൻ്റെ. അപ്പോൾ നമ്മൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം ഹെയർ മുകളിൽ താഴോട്ടാണ് വരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. അവിടെ ചെവിയുടെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കോർണറിലോട്ടായിരിക്കും മുടി പോവുക, ഒരു സൈഡിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട്. അപ്പോൾ അതുപോലെ തന്നെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കുക. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഞാനീ പറയുന്നതിനെയും വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ആ ബെല്ലൈക്കൺ
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് മുകൾ വശമാണ്. മുകൾ വശം അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. മുകൾ വശത്തെ മുടി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മുകൾ വശം മുകളിലോട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് വശം വരുമ്പോൾ അങ്ങനെ മുടി ഇങ്ങനെ ബെൻഡായിട്ട് ഓരോരുത്തരും ഒരു രീതിക്കാണ് പോവുക. അതിനനുസരിച്ച് തന്നെ വരച്ചെടുക്കുക. പിന്നെ പലതരം പെൻസിലുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു പെൻസിൽ കിറ്റ്, അത്യാവശ്യം പ്രൊഫഷണലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കിറ്റാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പെൻസിലാണ്. അപ്പോൾ അതിൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊരു അടുത്ത വീഡിയോയിൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പിക്ചറിലോട്ട് ലൈറ്റിങ് വരുന്നതിന് ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ലൈറ്റിങ് വരുന്നതിനനുസരിതമായിട്ട് മറുവശം കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ട് വരുന്ന പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ വശങ്ങളിൽ കുറച്ചും കൂടി നല്ലതുപോലെ ഡാർക്കായിട്ട് കൊടുക്കുക. ഈ വരയ്ക്കുക എന്ന് പറയുന്നത്, നമ്മൾ ടൈം എടുത്ത് വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ മടുപ്പുള്ളൊരു കാര്യമാണ്. പക്ഷെ വരച്ച് ഒന്ന് ക്ലിയറായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. പിന്നെ അടുത്തത് വരയ്ക്കാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ 3-4 തവണ വരച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ശ്രമിക്കുക. എന്തായാലും കിട്ടും ഒരിക്കൽ. നല്ലൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എന്താ പറയുക, ലെവല് തന്നെ മാറും. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും, മടുപ്പ് തോന്നില്ല. ഓരോ ചിത്രം പൂർണ്ണമായിട്ടും വരച്ചു കഴിയുമ്പോഴും നല്ലൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നല്ല ടൈം ഉണ്ടാവും. ജോലിക്ക് എന്തിനൊന്നും പോകാൻ പറ്റാതെ വീടുകളിൽ ചിലർ ബോറടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മൾ ചിലപ്പോൾ ഒത്തിരി പ്രായമുള്ളവരായിരിക്കും. അവരാണെങ്കിലും നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വരച്ചിട്ട് പിന്നെ അത് ഉപേക്ഷിച്ച് ഒരുപാട് ആളുകളുണ്ടാകും. ഒന്ന് ശ്രമിച്ചു നോക്കുക. കിട്ടിക്കഴിഞ്ഞാലെന്നല്ല, എന്തായാലും നിങ്ങൾക്ക് കിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ. Whoa, whoa, whoa.
വ്യത്യസ്തമായിട്ടുള്ള ആളുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. പലതും നമുക്ക് വരച്ചെടുക്കാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ ചിലത് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും വരും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ചെറിയ സിമ്പിളായിട്ടുള്ളത് വരച്ചിട്ട് വേണം അതിലോട്ടൊക്കെ പോകാനായിട്ട്. അതൊക്കെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കുകളാണ്. ഓരോ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുടെയൊക്കെ വരയ്ക്കുന്ന രീതിയും ആ ഒരു പെർഫെക്ഷനും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെയൊക്കെ കണ്ണ് തള്ളിപ്പോകും. നമ്മുടെ ചിത്രം ഏകദേശം ഫിനിഷിങ് ആവാനായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ, പഴയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കൺ എനേബിൾ ആക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു ബെല്ലൈക്കൺ എനേബിൾ ആക്കുക, പുതിയവരും എനേബിൾ ആക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.